CPMൽ വനിതാ പ്രാതിനിധ്യം തീരെയില്ലെന്ന് തുറന്ന് സമ്മതിച്ച് ജെ മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം ഒന്നായി ചുരുങ്ങിയത് ഗൗരവമുള്ള പ്രശ്നമെന്ന് മേഴ്സിക്കുട്ടിയമ്മ. എന്നാൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മയുടെ പ്രതികരണം. അത് വേറൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. പക്ഷേ നിങ്ങൾ ചോദിച്ച ചോദ്യമായി അതിന് ബന്ധമില്ല. അത് വിടും, വളരെ കണ്ണുമായി ബന്ധമില്ല. ഗൗതം അനന്തനാരായണൻ ചേരുന്നു. ഗൗതം, മേഴ്സിക്കുട്ടിയമ്മ ഇക്കുറി പ്രതീക്ഷിച്ചതായിരുന്നു CPM സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഒരു ബർത്ത്, പക്ഷേ അത് ലഭിച്ചില്ല. ശ്രീമതി ടീച്ചർ സെക്രട്ടേറിയറ്റിൽ നിന്ന് പടിയിറങ്ങിയപ്പോൾ പകരം KK ശൈലജ കടന്ന് വന്നു. പക്ഷേ വളരെ സീനിയറായിട്ടുള്ള ഒരു വനിതാ നേതാവാണ് മേഴ്സിക്കുട്ടിയമ്മ. അവരുടെ പരിഭവം തന്നെയാണോ മാധ്യമപ്രവർത്തകരോട് പങ്കുവച്ചത്? അനിൽ നമ്പ്യാർ, ഈ വിഷയത്തിൽ കൂടുതൽ പ്രതികരിക്കാനില്ല എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുമ്പോഴും ആദ്യഘട്ടത്തിൽ വളരെ ഗൗരവമുള്ള ഒരു വിഷയമാണിത് എന്ന് മേഴ്സിക്കുട്ടിയമ്മ പറയുന്നുണ്ട്. കാരണം ഈ സംസ്ഥാന സമ്മേളനത്തിൽ പുതിയ സംസ്ഥാന സെക്രട്ടേറിയറ്റും സംസ്ഥാന സമിതിയും വന്നപ്പോഴും ഇത്തവണയും CPMൽ വനിതാ പ്രാതിനിധ്യം വളരെ കുറഞ്ഞു എന്നത് പാർട്ടിക്കകത്തുള്ള പ്രമുഖ വനിതാ നേതാക്കൾക്കെല്ലാം ഇതിൽ കടുത്ത അതൃപ്തിയുണ്ട്. പക്ഷേ അത് പലരും കാര്യമായി തുറന്ന് സമ്മതിക്കാൻ തയ്യാറാവാത്തത്, ഒരുപക്ഷെ അത്തരം തുറന്നു പറച്ചിലുകൾ പാർട്ടിക്ക് പുറത്തേക്ക് പോകേണ്ടി വരുന്ന അവസ്ഥ മുൻപ് ഗൗരിയമ്മയ്ക്കൊക്കെ ഉണ്ടായ പോലത്തെ അവസ്ഥ മറ്റ് നേതാക്കൾക്കും ഉണ്ടാകും എന്ന സ്വയം ബോധ്യത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. എന്തായാലും മേഴ്സിക്കുട്ടിയമ്മ ഇന്നിപ്പോൾ ഡൽഹിയിൽ കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട് പ്രതികരിക്കുന്ന കൂട്ടത്തിലാണ് മാധ്യമപ്രവർത്തകർ ഈ വിഷയം കൂടി ചോദിച്ചത്. എന്നാൽ അതൊരു ഗൗരവമുള്ള വിഷയമാണ് എന്ന് തുറന്ന് മേഴ്സിക്കുട്ടിയമ്മ സമ്മതിക്കുകയും ഇപ്പോൾ ഈ വിഷയത്തിൽ പ്രതികരിക്കാനില്ല എന്ന പ്രതികരണം നടത്തിയ ശേഷം മടങ്ങുകയായിരുന്നു. CPMൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് 17-അംഗ സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ ഇത്തവണയും ഒരു വനിത മാത്രമാണ്, KK ശൈലജയെ മാത്രമാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. നമുക്കറിയാം, കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ ലോകത്ത് എവിടെ പരിശോധിച്ചു കഴിഞ്ഞാലും അവിടെ എങ്ങും വനിതകൾക്ക് കാര്യമായ ഒരു പ്രാതിനിധ്യം ഈ സംവിധാനം നൽകുന്നില്ല എന്ന് നമുക്ക് കാണാൻ സാധിക്കും. ഒരു കമ്മ്യൂണിസ്റ്റ് രാജ്യത്തും ഇതുവരെ ഒരു വനിതാ ഭരണാധികാരി ഉണ്ടായിട്ടില്ല. മാത്രമല്ല, നമ്മുടെ രാജ്യത്ത് തന്നെ 3 സംസ്ഥാനങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ഭരിക്കാൻ അവസരം കിട്ടിയിട്ടുണ്ട്. കേരളം കൂടാതെ ബംഗാളുണ്ട്, ത്രിപുരയുണ്ട്. അവിടെയൊന്നും ഒരു വനിതാ മുഖ്യമന്ത്രിയോ ഉപമുഖ്യമന്ത്രിയോ ഒന്നും രൂപപ്പെട്ടിട്ടില്ല എന്നത് ഒരു വസ്തുതയാണ്. ഇക്കാര്യം ചോദിച്ച ഘട്ടത്തിലാണ് ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് എന്നെങ്കിലും തുറന്ന് സമ്മതിക്കാൻ മേഴ്സിക്കുട്ടിയമ്മ തയ്യാറായിരിക്കുന്നത്. ഈ വിഷയം പിന്നീട് ചർച്ച ചെയ്യാമെന്നും മേഴ്സിക്കുട്ടിയമ്മ പറയുന്നുണ്ടായിരുന്നു. അനിൽ നമ്പ്യാർ. യെസ്, എന്തായാലും ഉള്ളിൽ അസംതൃപ്തി ഉണ്ട്, അമർഷമുണ്ട്. CPMൽ വനിതാ പ്രാതിനിധ്യം തീരെയില്ലെന്ന് തുറന്ന് സമ്മതിച്ച് മുൻ മന്ത്രി കൂടിയായ ജെ മേഴ്സിക്കുട്ടിയമ്മ. സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ വനിതാ പ്രാതിനിധ്യം ഒന്നായി ചുരുങ്ങിയത് ഗൗരവമുള്ള പ്രശ്നമെന്ന് മേഴ്സിക്കുട്ടിയമ്മ. എന്നാൽ ഈ വിഷയം ഇപ്പോൾ ചർച്ച ചെയ്യാനില്ലെന്നും മേഴ്സിക്കുട്ടിയമ്മ ഡൽഹിയിൽ മാധ്യമങ്ങളോട് പ്രതികരിച്ചു. ഗൗതമാണ് വിവരങ്ങൾ നൽകിയത്.